ചാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനമായി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടനെ പുറത്തിറങ്ങും. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിലെ സങ്കടം സിസ്റ്റർ റാണിറ്റ് തുറന്നു പറഞ്ഞിരുന്നു. മുൻ നിയമ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രകോപനം തുടരുകയാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുസ്ലിം ലീഗ് മതസ്ഥാപനങ്ങളെയും ചിഹ്നങ്ങളെയും ദുരുപയോഗം ചെയ്തതായും SDPI ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നീതിരഹിതമായി പ്രവർത്തിച്ചു. SDPIക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാകുമെന്ന് പ്രചരിപ്പിച്ചു. SDPI സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ജയിലിലായിരിക്കുമെന്ന് പ്രചരിപ്പിച്ചെന്ന് SDPI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് പത്രക്കുറിപ്പിൽ പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ജനുവരി 24 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെ ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ഏതാണ്ട് 10,000 കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TEUവിൽ നിന്ന് 50 ലക്ഷം TEU ഉയരും. ബർത്ത് നിലവിലുള്ള 800 മീറ്ററിൽ നിന്ന് 2000 മീറ്ററായി വികസിക്കും. ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററായി വികസിപ്പിക്കും. ഇതിനു പുറമെ റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ വികസന രേഖ പ്രകാശനത്തിനും റെയിൽവേയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുമായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിക്ക് വേദി നൽകാതെ സർക്കാർ സെൻട്രൽ സ്റ്റേഡിയം വിട്ടു നൽകില്ല. BJPയും റെയിൽവേയും സെൻട്രൽ സ്റ്റേഡിയം വിട്ടുകിട്ടാനായി കത്ത് നൽകിയിരുന്നു. എന്നാൽ 26-ന് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. BJP പരിപാടി പുത്തരിക്കണ്ട മൈതാനത്ത് നടത്താനാണ് നീക്കം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി ഏറ്റെടുത്ത കുന്നമ്പറ്റയിലെ ഭൂമി സന്ദർശിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്, അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA, KPCC മെമ്പർ PP ആലി എന്നിവർക്കൊപ്പമാണ് ഷാഫി പറമ്പിൽ കുന്നമ്പറ്റയിലെ ഭൂമിയിലെത്തിയത്. ഭവന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഉണ്ടായില്ല. അതിന്റെ ആവശ്യവുമില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തതുപോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമോയെന്ന് അറിയാൻ കാത്തിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ കോൺഗ്രസ് തന്നെ ഭൂമി കണ്ടെത്തി. അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാനിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇതിനെതിരെ പ്രചരണം നടത്തുന്നതെന്നും കാട്ടാനത്തോട്ടമെന്ന് വിളിക്കുന്നത് എന്തിനാണെന്നും ഷാഫി ചോദിച്ചു.